ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവ്, ശക്കിന്റെ രാവ്, ഖദറിന്റെ രാവ് എന്നൊക്കെ ഈ രാത്രിക്ക് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയാണ്. ലൈലത്തുൽ ഖദറും ലൈലത്തുൽ ബറാഅത്തും ചെറിയ ഒരു വ്യത്യാസമുണ്ട്. വളരെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നിജപ്പെടുത്തിയിട്ടില്ല. റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങളത് പ്രതീക്ഷിക്കുക. 21-നാവാം, 3-നാവാം, 5-നാവാം, 27-ാം രാവാം, 29-ാം രാവും ആവാം. ചരിത്രത്തിൽ 17-ന്റെ രാവും ആവാം. അതേ സമയത്ത് ലൈലത്തുൽ ബറാഅത്ത് അത് കൃത്യം അത് ശഅബാൻ 15-ാം രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ നിഗൂഢമാക്കി വെക്കുകയും ലൈലത്തുൽ ബറാഅത്ത് അത് നിശ്ചപ്പെടുത്തി വെക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതെന്താ? ലൈലത്തുൽ ഖദ്ർ അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് പ്രത്യേകം കരുണ ചെയ്യുന്ന, സ്നേഹം ചൊരിയുന്ന, അവൻ നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒരു രാത്രിയാണ്. അത് ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഫലം അല്ല. നേരത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വർഷം മുഴുവനും അന്നത്തെ രാത്രിയിൽ ഇറങ്ങി വരുന്ന പ്രത്യേകമായ മലക്കുകൾ, ആ മലക്കുകൾ ഒരു കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം താൻ സമീപിക്കുന്ന മുഅ്മിനായ സ്ത്രീക്ക്, താൻ സമീപിക്കുന്ന മുഅ്മിനായ പുരുഷന് ചാർത്തിക്കൊടുത്ത് അത്രയും അള്ളാഹു ലക്കായി, ഭാഗ്യമായി നൽകുന്ന ഒരു പ്രത്യേക രാവാണ്. അതുകൊണ്ട് ആ രാവ് ഇന്ന രാവാണ് എന്ന് ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രാത്രി മാത്രം മുതലെടുത്ത് ആ രാത്രിയെ മാത്രം സജീവമാക്കി ബാക്കി രാത്രികളിലൊക്കെ അലംഭാവം കാണിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ലക്കിന്റെ രാത്രിയായ, വലിയ ഭാഗ്യത്തിന്റെ രാത്രിയായ, ഓശാനമായി കിട്ടുന്ന രാത്രിയായ ആ രാത്രിയെ അള്ളാഹു മറച്ചു വെച്ചത്. മറിച്ച് ബറാഅത്ത് രാവ് അങ്ങനെയല്ല. ബറാഅത്ത് രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊല്ലത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്ന രാത്രിയാണ്. നാം ഒരു വർഷത്തേക്കുള്ള ബജറ്റ് നമ്മുടെ മന്ത്രി നിയമസഭയിൽ, അത് സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന മന്ത്രി, ആ മന്ത്രി അതങ്ങ് വിവരിച്ചു കഴിഞ്ഞാൽ, അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പലരും സന്തോഷിക്കും, പല രംഗത്തുള്ള ആളുകളും ദുഃഖിക്കും. എന്നാൽ ഒരു വർഷത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് തയ്യാറാക്കിയ ബജറ്റ് അവതരിപ്പിക്കുന്ന രാത്രിയാണ്. അതിൽ അള്ളാഹുവിന്റെ ദേഷ്യവും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ എല്ലാം അതിൽ കൂടി പ്രകടമാകും. അതുകൊണ്ട് അധ്വാനിച്ച്, കൃത്യമായി അധ്വാനിച്ച് ഫലം നേടാൻ വേണ്ടി ആണ് അള്ളാഹു ആ രാത്രിയെ മറച്ചു വെക്കാതെ വ്യക്തമാക്കിയത്. ഈ രാത്രി അധ്വാനിക്കണം. മഹാന്മാരായ സലഫുസ്വാലിഹീങ്ങൾ മുഴുവനും ഈ രാത്രിയെ പ്രത്യേകമായി അഭിമുഖീകരിക്കുന്നതിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ഒരുങ്ങാതെ ആരും നിന്നിട്ടുണ്ടായിരുന്നില്ല. മഹാന്മാരായ സഹാബത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അബ്ദുൽ ആസിർ റളിയല്ലാഹു അൻഹു തങ്ങൾ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ, ഇങ്ങനെ പ്രഗൽഭരും പ്രശസ്തരുമായ സഹാബികളൊക്കെ ഈ രാത്രിക്കാണ് ആ പ്രത്യേകതയുള്ള രാവ് എന്ന് തീർത്ത് പറയുകയും അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങി തയ്യാറായി നിന്നവരുമാണ്. പിന്നീട് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായത്തിൽ ഒന്ന്, അന്ന് വളരെ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കലാണോ ഏറ്റവും നല്ലത്, അല്ല പള്ളികളിൽ ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കലാണോ നല്ലത്? പള്ളികളിൽ ഒരുമിച്ച് കൂടിയിട്ട് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയും കൂട്ടമായിട്ടുള്ള ദിക്റുകളും കൂട്ടമായിട്ടുള്ള ഇബാദത്തുമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നവരാണ് പണ്ഡിതന്മാരിൽ നിന്ന് മഹാഭൂരിപക്ഷവും. അതടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഈ രാത്രി ഇന്ന് മഗ്രിബിന്റെ ശേഷം നമ്മൾ ഇത് പറയാൻ പറ്റില്ല. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, അതിന്റെ കൃത്യമായ ഔറാദുകളും സുന്നത്ത് നിസ്കാരങ്ങളും കഴിഞ്ഞാൽ
നമ്മളൊക്കെ നാം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് 3 യാസീൻ ഓതണം. സൂറത്തു യാസീൻ ലിമാ ഖുരിഅലഹു, എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ യാസീൻ സൂറത്ത് ഓതുന്നത് അതിനുള്ളതാണ്. പഴയകാലത്തെ അഇമ്മത്ത്, നമ്മുടെ സലഫുസ് സ്വാലിഹീങ്ങൾ, സച്ചരിതരായ പണ്ഡിതന്മാർ, ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ തന്റെ ഫത്വാവൽ കുബ്രയിൽ പറയുന്നത് കാണാം, ലതായിഫുൽ മിനനിൽ പറയുന്നത് കാണാം, ഇത്ഹാഫുസ് സാദത്തിൽ മുത്തഖീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഇമാം മുർത്തദ സബീദി അവര് മുഴുവനും കൃത്യമായി പറയുന്നുണ്ട്. സലഫുസ് സ്വാലിഹീങ്ങൾക്ക് പതിവുള്ളതാണ് ബറാഅത്ത് രാത്രിയിൽ മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാ നിസ്കാരത്തിന്റെയും ഇടയ്ക്കായിട്ട് 3 യാസീൻ ഓതൽ. ആ 3 യാസീൻ ഓതാനേ സമയം ഉണ്ടാകുള്ളൂ. അത് കൃത്യമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ തന്നെ ഓതണം. നമ്മളിങ്ങനെ യാസീൻ എന്ന് പറയുന്നതിന് പകരം വളരെ കൃത്യമായി 3 യാസീൻ ഓതണം. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത്, നമ്മൾ പ്രത്യേകമായി നിയ്യത്ത് വെക്കേണ്ടത്, തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ആയുസ്സിൽ വിശാലത ലഭിക്കാനാണ്. തനിക്കും താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആയുസ് വിശാലമായി കിട്ടണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലും ത്വാഴത്തിലുമായിട്ട് ആയുസ് വർദ്ധിക്കുന്നതിന് മാത്രമേ ഗുണമുള്ളൂ. അതേ സമയത്ത് ആയുസ്സിന് കൂടുതലായിട്ട് ത്വാഴത്തുകളോ ഖൈറാത്തുകളോ ചെയ്യുന്നില്ലെങ്കിൽ അവൻ എത്രയോ കൊല്ലം മരിച്ചു പോകലായിരിക്കും നല്ലത്. ഓർത്തു നോക്കൂ, ഒരാൾ 10 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് വലിയൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടത്തില് 10 ലക്ഷം ഉറുപ്പ്യ മുടക്കിയ കച്ചവടത്തില് കറണ്ടിന്റെ ബില്ലടക്കണം, അതുപോലെ തന്നെ ടാക്സ് കൊടുക്കണം, ഒരുപാട് ചില ജോലിക്കാർക്ക് കൂലി കൊടുക്കണം, അതൊക്കെ വേണം. ഒരു കൊല്ലം കഴിഞ്ഞ് കച്ചവടം ഒന്ന് കണക്കൂട്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കച്ചവടം കൊണ്ട് ഒരു 10 ലക്ഷം കൊണ്ട് തുടങ്ങിയ കച്ചവടം 9 ലക്ഷമായി മാറിയിട്ടുണ്ട്. ആകെ കൂടി 9 ലക്ഷം ഉണ്ടാവുള്ളൂ. ആ കച്ചവടം നീട്ടിക്കൊണ്ടു പോവലാണോ നല്ലത്, അത് എത്രയും പെട്ടെന്ന് നിർത്തലാണോ നല്ലത്? ആ കച്ചവടം നീട്ടിക്കൊണ്ടുപോയാൽ അടുത്ത കൊല്ലം ഭയങ്കര അതിനേക്കാൾ കൂടുതൽ നഷ്ടമായിരിക്കും. എന്നതുപോലെ അള്ളാഹുവിന്റെ ത്വാഴത്തിലായിട്ട്, പൊരുത്തത്തിലായിട്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലായിട്ട് ആയുസ് നീളുന്നതിലേ ഖൈറുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഴത്തിലായിട്ട് ഖൈറാത്തുകൾ ചെയ്യുന്നതായിട്ട് ആയുസ് നീണ്ടു കിട്ടണം, ആയുസ് നീട്ടിക്കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒന്നാമത്തെ യാസീൻ ഓതുകയും യാസീൻ ഓതിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. ആ ദുആ കഴിഞ്ഞ ഉടനെ തന്നെ ഹംദും സ്വലാത്തും ചൊല്ലി, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ യാസീൻ ഓതണം. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ പ്രത്യേകമായിട്ട് കരുതേണ്ടത്, ലോകത്തിന്റെ നാനാഭാഗത്ത് കോടിക്കണക്കിന് ആളുകൾ ഭക്ഷണം കിട്ടാതെ, പശിയടക്കാൻ ഒരു മാർഗമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ മുമ്പ് കണ്ടിട്ട് ഒരു കഴുകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ ഒരു കുഞ്ഞിന്റെ മരണം. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങി പിരിഞ്ഞാൽ ഈ കുഞ്ഞിനെ എനിക്ക് ഇരയാക്കാമായിരുന്നു, ഭക്ഷണമാക്കാമായിരുന്നു എന്ന് കാത്തിരിക്കുന്ന കഴുകൻ. അതുപോലെ തന്നെ വിസർജിക്കുന്ന മൃഗത്തിന്റെ അതിന്റെ മലദ്വാരത്തിലേക്ക് വായ വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നല്ലാ. ഈ ഇന്ത്യ രാജ്യത്തിന്റെയും ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്യത്തിന്റെയും പോക്ക് കണ്ടാൽ അങ്ങനത്തെ ഒരു ദാരിദ്ര്യത്തിലേക്കാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മരണം വരെ എനിക്കും എന്റെ ആശ്രിതർക്കും, ഞാൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്കും, എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഭക്ഷണത്തിൽ വിശാലത തരണേ അല്ലാ എന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം രണ്ടാമത്തെ യാസീൻ ഓതുന്നത്. അതിനുവേണ്ടിയായിരിക്കും രണ്ടാമത്തെ യാസീൻ ഓതി മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലി പിന്നീട് പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തൊരു യാസീനും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെ ഓതണം. അതെ, ഈ യാസീൻ ഓതുന്നിടയ്ക്ക് മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയോ ചാടുകയോ നടക്കുകയോ ചെയ്യരുത്. ഭവ്യതയോടുകൂടി, അതവോടുകൂടി നമ്മുടെ സലഫുസ്സാലിഹീങ്ങളായ ആളുകൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു ഉത്തമമായ കാര്യമാണെന്ന് മനസ്സിലാക്കി മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹ്, ഓരോ ദിവസവും ആയിരക്കണക്കിന്, 10,000-കണക്കിന് മുസ്ലിമീങ്ങൾ മരിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങൾ മരിക്കുന്നുണ്ട്. പലരും മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റിയിട്ടാണ് മരിച്ചു പോകുന്നത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ സബാജിറിൽ രേഖപ്പെടുത്തിയിട്ട് ഒരു കഥ, ഒരു നബ്ബാസിന്റെ കഥ, അഥവാ പുതിയ കബറുകൾ എവിടെയും കണ്ടാൽ
ആ കബറ് മാന്തിയിട്ട് കബറിൽ നിന്ന് കിട്ടുന്ന മയ്യത്തിന്റെ പുതിയ തുണിയെടുത്തിട്ട് അത് കട്ടുകൊണ്ടുപോയി വിൽക്കുന്നതിനൊക്കെ ഒരു മനുഷ്യന്റെ കഥ. അദ്ദേഹത്തിന് ഒരു മാറ്റം വന്നപ്പോൾ തൗബ ചെയ്തുകൊണ്ട് നന്നായ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇബ്നു ഹജർ തങ്ങൾ തന്റെ സവാജിറിൽ പറയുന്നുണ്ട്, ഞാൻ ആയിരക്കണക്കിന് കബറുകൾ മാന്തിയിട്ടുണ്ട്, കഫം പടയെടുത്തിട്ടുണ്ട്, അത് കട്ടുകൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. പക്ഷേ ഞാൻ മാന്തിയിട്ടുള്ള 99% കബറും ആ കബറുള്ള മയ്യത്തുകളൊക്കെ കിബിലക്ക് നേരെയാണ് തിരിച്ചു കിടത്തിയിരുന്നതെങ്കിലും അല്ലാ, ഞാൻ കഫംപട മാന്താൻ വേണ്ടി, കഫംപട എടുക്കാൻ വേണ്ടി കബറ് മാന്തുമ്പോ എനിക്ക് അനുഭവപ്പെട്ടത് ഒട്ടുമിക്ക കബറുകളും അതാ കിബിലയിൽ നിന്ന് തെറ്റിച്ചിട്ടാണ് കിടത്തിയിട്ടുള്ളത്, കിബിലയിൽ നിന്ന് മാറ്റിയിട്ടാണ് കിടത്തിയിട്ടുള്ളത്. കാരണം മുഅ്മിനായിട്ട് ഈമാനോടുകൂടി മരിക്കാത്ത മനുഷ്യന്റെ കബറ്, അവനെ കബറിൽ വെച്ചുകൊണ്ട് അവന്റെ മുഖം തിരിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും കബറിൽ അതാ മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റിയിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മഹാനായ സൈദുദ്ദീൻ തത്താദാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉമറുൻ സഫീ തങ്ങളെ വാക്കെടുത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞത്, കബറിന്റെ ശിക്ഷയും സബറിന്റെ അനുഗ്രഹങ്ങളുമാണ് ഉമറുൻ സഫീ തങ്ങൾ പറഞ്ഞത്. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒട്ടുമിക്ക ഇമാമിയങ്ങളും ആ രംഗം ചർച്ച ചെയ്തപ്പോ കബറിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സുഖങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. എന്താണ് പറയാത്തത്? മഹാഭൂരിപക്ഷം ആളുകളും മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റി മരിക്കുന്നതിനാൽ ഒട്ടുമിക്ക ആളുകൾക്കും കിട്ടുന്നത് കബറിൽ ശിക്ഷ മാത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും കുഞ്ഞായിട്ട് നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു, ഒരു മുസ്ലിം സംസ്കാരത്തിലായി വളരാൻ കഴിഞ്ഞു, കാലച്ചെറുപ്പം മുതൽക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞു, പള്ളിയിൽ വരാൻ കഴിഞ്ഞു, നിസ്കരിക്കാൻ കഴിഞ്ഞു, മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സർവ്വ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടൊഴിഞ്ഞു നിന്നു. മരണം വരെ ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിച്ചിട്ട്, മുസ്ലിമാണെന്നതിന്റെ പേരിൽ അഭിമാനിച്ചിട്ട്, അതിന്റെ മേൽ കിട്ടാവുന്നതൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ട്, അതിന്റെ പേരിൽ വർഷിക്കേണ്ടതൊക്കെ നമ്മൾ വർഷിച്ചിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ നഷ്ടം പിന്നെ എന്താ? അതിനേക്കാൾ പിന്നെ പരാജയം എന്താ? അതുകൊണ്ട് അല്ലാ, മരിക്കുന്ന സമയത്ത് തന്നെ പരാജയപ്പെടുത്തരുത്. എന്റെ ആഖിബത്ത് നന്നായിട്ട് കലിമ ചൊല്ലി ഈമാൻ തെറ്റാതെ മരിപ്പിക്കണം. ഹുസ്നുൽ ഖാത്തിമത്ത് എനിക്ക് തന്നേക്കണം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കണം. ഈ ഒരൊറ്റ നിയ്യത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി മൂന്നാമത്തെ യാസീനും ഓതി അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പോഴേക്കും മിക്കവാറും ഇശാന്റെ സമയമായി കഴിയും. ഇത് കൃത്യമായിട്ട് ഓരോ മുസ്ലിമായ സ്ത്രീയും പുരുഷനും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനാദിയിലുള്ള തീരുമാനങ്ങളെ കൂട്ടത്തിൽ മാറ്റുന്ന തീരുമാനങ്ങളുണ്ട്, മാറ്റാത്ത തീരുമാനങ്ങളുണ്ട്. മാറ്റാത്ത ചില തീരുമാനങ്ങളുണ്ട്, അതൊരിക്കലും തന്നെ മാറ്റുന്നതല്ല. അതേ സമയത്ത് പടച്ച റബ്ബ് മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച്, അവന്റെ ദാനധർമ്മങ്ങൾക്കനുസരിച്ച്, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് ചില തീരുമാനങ്ങൾ മാറ്റുന്നതാ. ആയുസ്സിലുള്ള തീരുമാനങ്ങള്, റിസ്ക്കിലുള്ള തീരുമാനങ്ങള്, ആഖിബത്ത് നന്നാകുന്നുള്ള തീരുമാനങ്ങള്, ആ തീരുമാനമൊക്കെ മാറ്റപ്പെടുന്ന തീരുമാനമാ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, സദഖാത്തുകൾ കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ കാര്യമായിട്ട് നിർവഹിക്കണം. എന്നിട്ട് അധ്വാനിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്കറിയുമോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇമാം ജലാലുദ്ദീൻ സിയൂത്തി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ 15ാമത്തെ രാവായി കഴിഞ്ഞാൽ, പെരുന്നാളിന്റെ രാവായി കഴിഞ്ഞാൽ, ബലിപെരുന്നാളിന്റെ രാവായി കഴിഞ്ഞാൽ, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞാൽ, മറ്റു സാധാരണ വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞാൽ, ഈ 5 രാത്രികളിലും യഖ്റുജുൽ മൗത്താ,
മരിച്ചുപോയ അവർ മരിച്ചുപോയ ആളുകളുടെ മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ മുഴുവനും പുറത്തു വരും. മിൻ ഖുബൂരിഹിം, അവരെ ഖബറുകളിൽ നിന്ന് പുറത്തു വന്നിട്ട് ഫയഖിഫൂന ഇലാ ബുയൂതി അബ്വാബി ബുയൂതിഹിം, അവർ ഏതൊരു വീട്ടിൽ നിന്നാണോ മരിച്ചു പിരിഞ്ഞു പോയത്, ഏതൊരു കുടുംബത്തിൽ നിന്നാണോ മരിച്ചു പിരിഞ്ഞു പോയത്, ആ വീട്ടിന്റെ വാതിൽക്കൽ അവരെ അർവാഹുകൾ മുഴുവനും വന്നുകൊണ്ടിട്ട് ഫയഖൂലൂന, മരിച്ചുപോയ ആളുകളെ അർവാഹുകൾ ഈ രാത്രികളിൽ, ഈ ദിവസങ്ങളിൽ അവനവന്റെ വീടുകളിൽ വന്നുകൊണ്ട് പറയും, തറഹമൂ അലൈനാ, ഞങ്ങളോടൊന്ന് കരുണ ചെയ്യണേ, ഞങ്ങളോടൊന്ന് സ്നേഹം കാണിക്കണേ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ. വലോ ബിസുഖബത്തിൻ മിൻ ഖുബുസിൻ, ഒരു പത്തിരി കഷ്ണം കൊടുത്തെങ്കിലും ധർമ്മം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ എന്നും പറഞ്ഞിട്ട് നിന്റെ മരിച്ചുപോയ പിതാവിന്റെ ആത്മാവ് ഉപ്പ മരിച്ചുപോയ വീട്ടിൽ വരുന്നുണ്ട്, ഉമ്മ മരിച്ചുപോയ വീട്ടിൽ വരുന്നുണ്ട്, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർ മരിച്ചുപോയവരെ വീട്ടിൽ വരുന്നുണ്ട്. ഒന്നും അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ വീട്ടുകാരൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. മരിച്ചുപോയവർക്ക് വേണ്ടി എന്തിനു ചെയ്യണം, മരിച്ചുപോയവരെ കുറിച്ച് എന്തിനു ഓർക്കണം, അവർക്ക് വേണ്ടി എന്തിനു ധർമ്മം കൊടുക്കണം. ഈ ഒരു ചിന്താഗതിക്കാരനാണെങ്കിൽ അവരൊക്കെ മടങ്ങിപ്പോകും ബിൽ ഹസ്റാ, വലിയ ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഖേദത്തോടെയും മടങ്ങിപ്പോകും. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, മുത്തുനബിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങൾ പറയുകയാ, അർവാഹുകളൊക്കെയും നമ്മുടെ വീടുകളിൽ വന്നുകൊണ്ട്, നമ്മളെ വാടിക്കൽ വന്നുകൊണ്ട് യാചനയോടുകൂടി വരുന്ന ദിവസങ്ങളാണേ, രാത്രികളാണ്. അത് പരിഗണിക്കണേ, അവരെ കുറിച്ച് ഓർക്കണേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ, അവർക്ക് വേണ്ടി ധർമ്മം കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സയൂത്തി തങ്ങൾ അദ്ദുററുൽ ഹിസാൻ എന്ന കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഇന്നത്തെ രാത്രിയിൽ പരിഗണിക്കേണ്ടതാണ്. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് നമുക്ക് നല്ലതിന് തൗഫീഖ് നൽകട്ടെ. ഓർത്തു നോക്കൂ, എത്രയെത്ര തീരുമാനങ്ങൾ പടച്ച റബ്ബ് മാറ്റിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ഒരു കച്ചവടത്തിന് പോയപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞിരുന്നു, സ്വഹാബ, അബ്ദുറഹ്മാൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരില്ല, ഈ കച്ചവടത്തിൽ അദ്ദേഹം വഫാത്താകുന്നതാ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയി, വലിയ ലാഭം കിട്ടി, വലിയ ലാഭത്തോടുകൂടി നാട്ടിൽ തിരിച്ചു വന്നു, വലിയ ദാനധർമ്മങ്ങൾ വീണ്ടും കൊടുത്തു. സ്വഹാബത്തിന് സംശയമായി, മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളാണെങ്കിൽ പറയും, ഈ മൗലവിമാരിങ്ങനെ പറയുന്നേ, ഇപ്പൊ കണ്ടില്ലേ, ഈ അബ്ദുറഹ്മാൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരില്ല എന്ന് റസൂല് പറഞ്ഞിന്. നമ്മുടെ സക്കാഫി ഉസ്താദ് ഉറങ്ങിപ്പോയിട്ടുണ്ട്, എന്താ ചെയ്യാ. അപ്പൊ ഭയങ്കരമായ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കൂലേ, ഇപ്പൊ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചില്ല. അപ്പൊ സഹാബത്തിനൊക്കെ മനസ്സിൽ ഇങ്ങനെ പൊതുവെ എന്താണ് ഇപ്പത്. അപ്പൊ തങ്ങൾ പറഞ്ഞു, അതെ ശരിയാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 10 കൊല്ലത്തെ ആയുസ് അല്ലാഹു ഏറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്താ, അയാൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ സമയത്ത് ആ വഴിയിൽ വെച്ചുകൊണ്ടൊരു പാവപ്പെട്ട യതീമായ കുട്ടിക്ക് വേണ്ടുന്ന സഹായങ്ങൾ മുഴുവനും കൊടുത്തതിന്റെ പേരില്, ആ ഒരു ധർമ്മത്തിന്റെ പേരില് 10 കൊല്ലത്തെ ആയുസ് മുത്തുനബി അല്ലാഹു തആല അധികം കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനത്തെ തീരുമാനങ്ങൾക്കാണ് മുബറമല്ലാത്ത ഖളാ എന്ന് പറയുന്നത്. ദുആ കൊണ്ട് മാറ്റുന്ന ഖളാ, ധർമ്മം കൊണ്ട് മാറ്റുന്ന ഖളാ, സൽക്കർമ്മങ്ങളെ കൊണ്ട് മാറ്റുന്ന ഖളാ. അല്ലാഹു തആല നമുക്കൊക്കെ